ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ലിങ്ക് പഠിച്ചു. അതേപോലെ തന്നെ എങ്ങനെ വീഡിയോസ് മ്യൂസിക് ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു, ലിസ്റ്റൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് വെബ് പേജിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വെബ് പേജിൽ എങ്ങനെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ HTML നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, ടേബിൾ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്, ടേബിൾ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്കറിയാം സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ആയാലും ഒന്നും കുഴപ്പമില്ല. ടേബിൾ എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടേബിൾ നമ്മൾ വെബ് പേജിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുള്ള മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ. അതുകൂടാതെ വേറെ ഉണ്ട്. ബോർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനിപ്പോൾ ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനൊരു ടേബിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ബോർഡറിന് തിക്നെസ് എത്ര വേണം, കാരണം അതിൻ്റെ ലൈൻ, കാരണം മൊത്തമായിട്ട് നല്ല തിക്നെസ് വേണോ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണോ അത്. അതേപോലെ ബോർഡറിൻ്റെ കളർ, ഈ കളർ വേറെ ഏതെങ്കിലും കളർ, നോർമൽ മതിയോ, അല്ലെങ്കിൽ അതിനകത്ത് പച്ചയാണോ ചുവപ്പാണോ, അങ്ങനെ കളറാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോർഡർ കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അലൈൻ എന്ന് പറഞ്ഞാൽ ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ദ ടേബിൾ ഇൻസൈഡ് ദ ബ്രൗസർ വിൻഡോ. നമ്മുടെ ആ ഒരു വിൻഡോയിൽ ഈ ഒരു ടേബിളിൻ്റെ എന്താണ് പൊസിഷൻ എവിടെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ നമുക്ക് സെൻറ്ററിൽ വരണോ, അല്ലെങ്കിൽ ലെഫ്റ്റ് വരണോ, റൈറ്റ് വരണോ, പോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത്, അലൈൻ എന്ന് പറയുന്ന എന്താണ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് BG കളറാണ്. BG കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ടു സെറ്റ് ഇമേജ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടേബിൾ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ടേബിളിനെ പിറകിൽ എന്തെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്ക് എന്തുണ്ട്, വേറെ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. എന്താണ്, സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും. ഈ സെൽ സ്പേസിങ്ങും സെൽ പാഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പെസിഫൈ ദ സ്പേസ് ടു ബി ലെഫ്റ്റ് ബിറ്റ്വീൻ സെൽസ്. ഈ സെൽസ് തമ്മിലുള്ള സ്പേസ് എത്ര വേണം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എത്ര വേണമെന്ന് കാണിക്കുന്നതാണ് എന്ത്, സെൽ സ്പേസിങ്. അതേപോലെ തന്നെ ടു സ്പെസിഫൈ ഇൻ ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് സെൽ കണ്ടന്റ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു കണ്ടന്റ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിളിനകത്ത് ഇവിടെ ഒരു കണ്ടന്റ് എഴുതുന്നതാണെങ്കിൽ ഈ കണ്ടന്റും ഈ ഒരു ലൈനും തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ അത് എത്ര വേണമെന്ന് കാണിക്കുന്നതാണ് എന്ത്, സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് എന്തുള്ളത്, ടേബിൾ എന്ന് പറയുന്ന ടാഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അടുത്ത രണ്ടാമത് വരുന്ന ടാഗാണ് എന്ത്, TR എന്ന് പറയുന്ന ടാഗ്. ഈ TR എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത് ടു സ്പെസിഫൈ റോ ഇൻ എ ടേബിൾ. എത്ര റോ വേണം ടേബിൾ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, TR എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുള്ള ആട്രിബ്യൂട്ട്സ് ആണ് എന്തൊക്കെ, അലൈനും അലൈനും. അലൈൻ എന്ന് വെച്ചാൽ എന്താ, ടു സ്പെസിഫൈ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേണം സെല്ലിന്റെ ആ ഒരു പെർട്ടിക്കുലർ റോ എന്താണ് സെന്ററിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടി അലൈൻ. അലൈൻ വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ്. കണ്ടന്റ് ഓഫ് ദ സെൽ, കാരണം കണ്ടന്റ് ഓഫ് ദ സെല്ല് നമ്മളിപ്പോൾ ആ ഒരു സെല്ലിന്റെ അകത്ത് കണ്ടന്റ് കൊടുക്കല്ലോ, അത് ടോപ്പിൽ വേണോ മിഡിലിൽ വേണോ അങ്ങനെ കൊടുക്കുന്നതാണ് എന്ത്, അലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ BG കളർ ഉണ്ട്. BG കളർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ, റോവിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേറെ മാറ്റണം എന്ന് കാണിക്കുന്നതാണ് എന്ത്, BG കളർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് TH എന്ന് പറയുന്ന ടാഗ് ആണ്. ഈ TH എന്ന് പറയുന്ന ടാഗ് എന്ന് വെച്ചാൽ ടു സ്പെസിഫൈ ദ ഹെഡിങ് സെൽ ഡാറ്റ വിൽ ബി ബോൾഡ് ദ എന്താണ് സെൻട്രൽ അലൈൻ. കാരണം നമ്മൾ ഹെഡിങ് ആണ്, നമ്മൾ ആ ഒരു എന്താണ് ഹെഡിങ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, TH എന്ന് പറയുന്ന ടാഗ്. ഇതിനകത്തുള്ള മെയിനായിട്ട് വരുന്ന അലൈൻ, അലൈൻ, BG കളറാണ് എന്ത്, ഈ TH. അത് സെയിം തന്നെ TRലുള്ള അതേ എന്താണ് റൂൾസ് തന്നെയാണ് എന്തില്ലെങ്കിൽ അതേ സെയിം തന്നെയാണ് ഡെഫിനിഷൻ തന്നെയാണ് എന്തിലും വരുന്നത്, TH ടാഗ്. TH ടാഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ സെല്ലിന്റെ ഹെഡിങ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, TH എന്ന് പറയുന്ന ടാഗ്. ഇതിന് അടുത്ത് എന്താണ്, TD എന്ന് പറയുന്ന ടാഗാണ്. ഈ TD എന്ന് പറയുന്ന ടാഗ് എന്താന്ന് വെച്ചാൽ ടു സ്പെസിഫൈ ഡാറ്റ ഇൻ എ സെൽ വിത്തിൻ എ റോ. നമ്മൾ ആ ഒരു ഡാറ്റ, ആ റോയിൽ എന്ത് ഡാറ്റയാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നതാണ് എന്ത് യൂസ് ചെയ്യുന്നത്, TD എന്ന് പറയുന്നത്. ടേബിൾ ഡെഫിനിഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എന്താണ് കോൾ സ്പാൻ, അതേപോലെ റോ സ്പാൻ, രണ്ട് എന്താണ് ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് എന്തുള്ളത്, TDയിലുള്ളത്. To span cell over 2 or more columns in a row, it's kind of the merging 2 or more columns in a row. നമുക്ക് എന്താണ് മെർജ് ചെയ്യാനും അത് എത്രത്തോളം എന്താണ് 2 or more columns ഒക്കെ എന്താണ് അത് പോവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോൾ സ്പാൻ യൂസ് ചെയ്യും. റോ സ്പാൻ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അതിനെ എന്താണ് റോസിനെ, ഇത് കോളത്തിനെ മെർജ് ചെയ്യാനും ഇതെന്താണ് കോളത്തിന് എന്താണ് റോനെ മെർജ് ചെയ്യാനും. കാരണം 2 or more റോസിനെ കോളത്തിൽ മെർജ് ചെയ്യാൻ വേണ്ടി രണ്ടും നേരെ തിരിച്ചാണ് മാറിപ്പോവരുത്, രണ്ടായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ എഴുതാൻ. TD എന്നാണ് ടു ആ ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് ടു ദ ടേബിൾ ഇറ്റ്സ് എ ക്യാപ്ഷൻ. നമുക്ക് എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് അവിടെ TDയിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ ഒരു കോഡാണ് നമ്മൾ ഇതിനകത്ത് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു, HTML എന്ത് ചെയ്തു, ഹെഡ്
ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, HTML ടേബിൾസ് കൊടുത്തു, ദെൻ ബോഡി, ദെൻ ടേബിൾ ബോർഡർ നമ്മൾ 1 ആയിട്ട് കൊടുത്തു. ദെൻ എന്താ ടിയർ റോയിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, റോ നമ്മൾ 2 റോ കൊടുത്തു. റോ എത്ര റോ 2 റോ ആണ്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും റോ ഉണ്ടെങ്കിൽ TH വീണ്ടും കൊടുക്കാം. അപ്പോൾ മനസ്സിലായോ? എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ കൊടുക്കാം. നമുക്കിപ്പോൾ മൂന്നാമത് എന്ത് വേണം, മാർക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് കൊടുത്താൽ മതി, TH കൊടുത്തിട്ട് മാർക്ക് എന്ന് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൂന്നാമത്തെ റോയിൽ അല്ലേ അങ്ങനെ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ TR ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും TR എടുത്തിട്ട് എന്ത് കൊടുത്തു, ആ റോളിൽ തന്നെ ആ നമ്പർ എന്താ 1, ദെൻ നെയിം എന്താ, ആ ഡെഫിനിഷൻ നെയിമിന് നേരെ ആലിയ. ഇപ്പം മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത TD എന്താ ഉണ്ടാവും, മാർക്ക് ഇപ്പം 30 ആണെങ്കിൽ 30 നിങ്ങൾ ദെൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് കൊടുത്തു അരുൺ, എന്താണ് ആ പേര് എന്താ 2 അരുൺ എന്ന് പേര് കൊടുത്തു. ദെൻ ടേബിൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്, ഈസിയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ ശ്രദ്ധിച്ചതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ റോൾ നമ്പർ, നെയിം. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, TR ആണ്, TRൽ എന്ത് കൊടുത്തു, റോൾ നമ്പർ 1 റോൾ നമ്പർ എന്നും, THൽ എന്ത് കൊടുത്തു, ആ ഹെഡിങ് ആണ് എന്ത് കൊടുത്തു, റോൾ നമ്പറും നെയിമും കൊടുത്തു. അതിനുശേഷം TDയിലാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ ആ നമ്പറും എന്ത് കൊടുക്കുന്നത്, പേരും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. 1 ആലിയ, അരുൺ, 2 എന്ന് പറയുന്ന അരുൺ. ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ മാർക്കും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, മാർക്ക് എന്ന് പറയുന്ന ഒരു കോളം കൂടെ വരും. അതിനുശേഷം എന്ത് വരും, ഇവിടെ മാർക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പ്രോഗ്രാം എങ്ങനെ നമുക്ക് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടേബിളിൻ്റെ കാര്യം പറഞ്ഞു, ടേബിളിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടു അല്ലേ. അപ്പം ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്തു, HTML ഹെഡ് ടൈറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു. ദെൻ ബോഡിയിൽ നമ്മൾ എന്ത്, ടേബിൾ ബോർഡറിൻ്റെ സൈസ് എന്താ കൊടുത്താൽ 1 ആയിട്ട് കൊടുത്തു. ദെൻ TR ഫസ്റ്റ് റോൾ എന്തൊക്കെ വേണം, റോൾ നമ്പർ, നെയിം. ഇപ്പോൾ എനിക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്തു, എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്യണം, ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ഇവിടെ നോക്കാം. ഇപ്പം TH എന്ത് ചെയ്തു, ഏജ് എന്ന് കൊടുത്തു, ഏജ് ഞാൻ കൊടുത്തു. ദെൻ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് കൊടുത്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുക, ആ കുട്ടിയുടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത TRൽ എന്ത് വരണം, റോൾ നമ്പർ 1, നെയിം ആലിയ. ദെൻ അടുത്ത നമ്മൾ ഏജ് കൊടുത്തില്ലേ, പേജ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, TD എന്ത് ചെയ്യാം, ഏജ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ 5 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ 17 കൊടുത്തു. അപ്പോൾ 17 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്തു. ഓക്കെ. ഇനി എന്ത് ചെയ്തു, ആ TR ക്ലോസ് ചെയ്ത് അടുത്ത ആ ഒരു റോ ക്ലോസ് ചെയ്തു. ഇതിന് അടുത്ത റോ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, അരുൺ റോൾ നമ്പർ 2, ദെൻ അരുണാണ്. അതിനുശേഷം എന്താ അരുൺ ഞാൻ എന്ത് ചെയ്യാണ്, ഏജ് കൊടുക്കുകയാണ്, TD ക്ലോസ് ചെയ്തു. അരുൺ ഇപ്പോൾ ഒരു ഏജ് കൊടുക്കുകയാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്തു 20 എന്ന് കൊടുത്തു. ഇതിനെന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ. ഇതിനെന്ത് ചെയ്യാം, നോർമലി ഞാൻ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യുന്ന പോലെ TR ക്ലോസ് ചെയ്തു, ടേബിൾ ക്ലോസ് ചെയ്തു. കാരണം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ഫയലിൽ സേവ് ആസിൽ പോയിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഡെസ്ക്ടോപ്പിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടേബിളും ഞാൻ എന്ത് ചെയ്തു, പേര് കൊടുത്തു, table.html എന്ന് കൊടുത്തു. അതിനെന്ത് ചെയ്തു, സേവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാരണം ഇതിൻ്റെ പേര് ടേബിളായിട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കാം വന്നിട്ടുണ്ടോ എന്ന്. ഇവിടെ നോക്കി ടേബിൾ എന്ന് പറയുന്ന ഐക്കൺ വന്നില്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, റോൾ നമ്പർ, നെയിം, ഏജ്. ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പം ഞാൻ ഏജ് ഇപ്പോൾ എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏജ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റോൾ നമ്പറും നെയിമും മാത്രം, ആലിയ. ദെൻ എന്താണ്, അരുൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏജും കൂടെ കൊടുത്തപ്പോൾ അവിടെ എന്ത് പ്രിൻറ്റ് ചെയ്ത് വന്നു, 17 20. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഫസ്റ്റത്തെ റോളിൽ തന്നെ എന്ത് കൊടുക്കാം, മാർക്ക് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അവർക്ക് എന്ത് കൊടുത്താൽ മതി, മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, ഇതിൻ്റെ ബോർഡർ സൈസ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് മാത്രമേ കാണിച്ചൊരു പ്രോഗ്രാമാണിത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടേബിൾസ് കണ്ടു, ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ടേബിൾസ് എങ്ങനെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു കണ്ടു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഫ്രെയിമാണ്. ഈ ഫ്രെയിം എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. അപ്പം ഡിവൈഡിങ് ദ ബ്രൗസർ വിൻഡോ,
ഈ ബ്രൗസർ വിൻഡോ ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചില വെബ്സൈറ്റുകളൊക്കെ അല്ലെങ്കിൽ ചില വെബ് പേജ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറേ സെക്ഷൻസുകളായിട്ട് അല്ലെങ്കിൽ കുറേ കള്ളികളും കുറേ ബോക്സുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഡിവൈഡ് ദ ബ്രൗസർ വിൻഡോ എന്ന് പറയുന്നത്. അപ്പം ദ ബ്രൗസർ വിൻഡോ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 or more pans to accommodate different pages simultaneously. നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാം, കുറേ പേജസുകളായിട്ട് കുറേ സെക്ഷൻസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് HTML പ്രൊവൈഡ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ്. മറന്നു പോകരുത്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബ്രൗസർ വിൻഡോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്രൗസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വിൻഡോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പല സെക്ഷൻസുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈച്ച് ഇൻഡിവിജ്വൽ സെക്ഷൻ ഈസ് കോൾഡ് എന്താണ്, ഫ്രെയിം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻസിനെയും വിളിക്കുന്ന പേരെന്താണ്, ഫ്രെയിം എന്നാണ്. മറന്നു പോയത്, ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത്. സച്ച് എ ഫ്രെയിം ക്യാൻ കണ്ടെയ്ൻ എ വെബ് പേജ്. കാരണം ഫ്രെയിം എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ്, വെബ് പേജസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്രൗസർ വിൻഡോ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്, ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രൗസർ വിൻഡോസ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻസിനെയും വിളിക്കുന്ന പേരെന്താണ്, ഫ്രെയിം എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് നോർമലി എഴുതുന്ന പോലെ HTML എന്താണ്, ടാഗ് കൊടുത്തു, ഹെഡ് ടാഗ് കൊടുത്തു, ദെൻ ടൈറ്റിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, പേര് സിമ്പിൾ ഫ്രെയിം സെറ്റ് എന്ന് കൊടുത്തു, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഫ്രെയിം സെറ്റ് അല്ലേ, നമുക്ക് ഫ്രെയിം ഉണ്ടാക്കണം അല്ലേ. ഫ്രെയിം സെറ്റ് ഉണ്ടാകുമ്പോൾ ഫ്രെയിം സെറ്റ് റോസ് 20%, 30%, 50% എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, റോ എങ്ങനെ നമ്മൾ റോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. റോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ഈ ഒരു സെക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ സെക്ഷൻസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ റോയിൽ ഇത്ര പെർസെൻറ്റേജ്, ഓരോന്ന് ഇത്ര സൈസ് വേണം അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് വേണമെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കൊടുത്തത്, റോ 20%, 30%, 50% കൊടുത്തത്. ദെൻ ഫ്രെയിം SRC, കാരണം ഫസ്റ്റ് ഫ്രെയിമിൽ, കാരണം ഓരോ സെക്ഷൻസ് ഇല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻഡിവിജ്വൽ സെക്ഷൻസിനെ വിളിക്കുന്ന പേരെന്താണ്, ഫ്രെയിം ആണ്. അപ്പോൾ ഫ്രെയിം SRC ഈക്വൽ എന്താണ്, സാമ്പിൾ ഫ്രെയിം 1.html. ദെൻ ഫ്രെയിം SRC എന്താണ്, രണ്ടാമത്തെ എന്തായിരിക്കും, സാമ്പിൾ ഫ്രെയിം എന്താണ്, ഫ്രെയിം 2.html. ദെൻ ഫ്രെയിം SRC എന്താണ്, സാമ്പിൾ ഫ്രെയിം 3.html എന്നാണ് കൊടുത്തത്. ദെൻ ഫ്രെയിം സെറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ HTML നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ ഹെഡ് സെക്ഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചത്. നമുക്ക് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വിൻഡോയിൽ നമ്മൾ എന്ത് ചെയ്യും, 3 സെക്ഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ എന്താണ്, ഫസ്റ്റ് ഫ്രെയിം, ദെൻ സെക്കൻഡ് ഫ്രെയിം, ദെൻ തേർഡ് ഫ്രെയിം. ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആക്കിയാലും നമുക്കിതിപ്പോൾ റോ ആയിട്ടാണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോളമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെ റോ മാറ്റി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോളം ആക്കി കഴിഞ്ഞാൽ ഇത് കോളം വൈസ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വിൻഡോനെ അല്ലെങ്കിൽ ഒരു ബ്രൗസർ വിൻഡോ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ്. ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് എന്താണെന്ന് പറഞ്ഞു, ഫ്രെയിം എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഫ്രെയിം സെറ്റിൻ്റെ ആട്രിബ്യൂട്ട്സും ഫ്രെയിമിൻ്റെ ഒക്കെ ആട്രിബ്യൂട്ട്സ് ഒക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം, ടാഗ് ഫ്രെയിം സെറ്റ് ആണ്. ഈ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ബ്രൗസർ വിൻഡോ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പാർട്ടീഷൻസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, ഫ്രെയിം സെറ്റ്. ദെൻ ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻ ദ ഫ്രെയിം ഫോർ ദ ഇൻക്ലൂഡിങ് ദ വെബ് പേജ്. ഒരു വെബ് പേജിൻ്റെ അകത്തേക്ക് ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഡിഫൈൻ ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്രെയിം ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആട്രിബ്യൂട്ട്സുകളാണ് കോൾസ്, റോസ്, ബോർഡ്, SRC, ദെൻ എന്താണ്, നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോൾസ് ആണ്. കോളം എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ റോ ആയിരുന്നു അല്ലേ. ഇപ്പോൾ കോളം എന്ന് പറയുന്നത് ആ ഒരു ബ്രൗസർ വിൻഡോനെ നമ്മൾ എന്ത് ചെയ്യണം, വെർട്ടിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, കോളം എന്ന് പറയുന്നത്. റോസ് എന്ന് പറയുന്നത് എന്താ, അതിന് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബോർഡർ എന്ന് പറയുന്നത് എന്താണ്, ടു സ്പെസിഫൈ തിക്നെസ് ആണ്. നമുക്ക് അതിന് തിക്നെസ് എത്രത്തോളം നമുക്ക് ആ ഒരു ബോർഡറിന് തിക്നെസ് കൊടുക്കണം, ലൈറ്റ് ആയിട്ട് മതി അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ട് വേണോ, അതിനൊക്കെ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബോർഡർ യൂസ് ചെയ്യുന്നത്. അതേപോലെ SRCനെ സ്പെസിഫൈ ദ HTML ഫയൽ ടു ബി ലോഡഡ് ഇൻ ടു ദ ഫ്രെയിം. ഏത് ഫയലായിരിക്കണം അതിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യുക, അതിൻ്റെ ഒരു അഡ്രസ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, SRCൻ്റെ സോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എന്തിലും ഉദ്ദേശിക്കുന്നത്, SRCയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നെയിം ആണ്. നെയിം എന്ന് പറയുന്നത് എന്താ, ആ ഒരു ഫ്രെയിമിൽ നമ്മൾ കൊടുക്കുന്ന പേര്. നമ്മൾ നേരത്തെ കൊടുത്തില്ലേ, എന്താണ് സാമ്പിൾ 1 അങ്ങനെ കൊടുത്തില്ലേ. അപ്പോൾ അതേപോലെ അതിന് കൊടുക്കുന്ന ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. കോളം എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കലി ആണ്. റോ എന്ന് പറയുന്നത് എന്താ,
ഹൊറിസോണ്ടൽ ആണ്. ബോർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. SRC എന്ന് പറയുമ്പോൾ എന്താ, ഏത് ഫയൽ ലോഡ് ചെയ്യണം അത് സ്പെസിഫൈ ചെയ്യാണ്, ഏത് ഫയൽ ലോഡ് ചെയ്യണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, SRC. നെയിം എന്ന് പറയുന്നത് എന്താ, ആ ഫ്രെയിമിന് കൊടുക്കുന്ന പേരായിരിക്കും. അതുപോലെ തന്നെ നോ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. യൂസ് ടു ഡിസ്പ്ലേ സം ടെക്സ്റ്റ് കണ്ടന്റ് ഇൻ ദ വിൻഡോ ഇഫ് ദ ബ്രൗസർ ഈസ് അൺഏബിൾ ടു സപ്പോർട്ട് ദ ഫ്രെയിം. നമുക്ക് ചില വിൻഡോസ് എന്ത് ചെയ്യില്ല, ഇതിന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ടാഗ് ആണ് എന്തെന്ന് പറയുന്നത്, നോ ഫ്രെയിം എന്ന് പറയുന്ന ടാഗ്. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ചില വിൻഡോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ അകത്ത് ഫോമിലല്ല, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ചില ഇമേജസിലേക്ക് നമ്മൾ പറഞ്ഞില്ല നോ എംബ്രർ കൊടുത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്ത് പറയുന്നുണ്ട്, നോ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ചില വിൻഡോസ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, നോ ഫ്രെയിം എന്ന് പറയുന്ന ടാഗ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിമാണ് പഠിച്ചത്, ഫ്രെയിം സെറ്റ് ടാഗ് ആണ് പഠിച്ചത്. അപ്പോൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ബ്രൗസർ വിൻഡോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചത്. ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുക, ഡിവിഷൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഫ്രെയിം സെറ്റ് റോ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രെയിം സെറ്റ് റോസ് കൊടുത്ത്. കോളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾസ് കൊടുക്കും. ആ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഫ്രെയിം SRC, സാമ്പിൾ ഫ്രെയിം എന്താണ് 1 HTML, ഫ്രെയിം SRC, അങ്ങനെ നമ്മൾ 3 ഇതായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നോർമലി സേവ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ സേവ് ചെയ്യാം. വിൻഡോസിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. frame.html എന്ന് കൊടുത്തു. മറക്കരുത്, HTML എന്ന് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ആരും മറക്കരുത്, കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ദെൻ സേവ് ചെയ്തു. അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞ പേര് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പ് പോയിട്ട് നോക്കാം. കണ്ടോ, ഫ്രെയിം എന്ന് പറയുന്ന ഐക്കൺ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, 3 സെക്ഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, കാരണം അതിൻ്റെ പെർസെൻറ്റേജ്, കാരണം 20, 30, 50 നമ്മൾ കൊടുത്തു. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്തത്, ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ട് വന്നു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും കൊടുക്കണം. നമുക്കത് കൊടുത്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് എന്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കലി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഇതാണ് ഒരു ഫ്രെയിം സെറ്റ്. എങ്ങനെ നമ്മൾ ഒരു ബ്രൗസർ വിൻഡോ നമ്മൾ ഡിവൈഡ് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു പ്രോഗ്രാം. ജസ്റ്റ് സിമ്പിളായിട്ട് ആ ഒരു ബ്രൗസർ വിൻഡോ ഡിവൈഡ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് എന്ത് എക്സ്ട്രാ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം, ഇമേജ് ആഡ് ചെയ്യാം ഓരോ ഫ്രെയിമിലും. ഇപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇവിടെ പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് പറഞ്ഞു, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റാണ്. ഈ നെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പൊക്കെ നെസ്റ്റഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ നെസ്റ്റഡ് ലിസ്റ്റ് പറഞ്ഞു. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനുള്ളിൽ തന്നെ മറ്റൊരു ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെസ്റ്റിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രെയിമിനുള്ളിൽ മറ്റൊരു ഫ്രെയിം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, ഹൊറിസോണ്ടലി ഞാൻ എന്ത് ചെയ്തു, കുറേ ഫ്രെയിംസ് ഉണ്ടാക്കി. അതിനുള്ളിൽ എന്ത് ചെയ്തു, വെർട്ടിക്കലി വേറെ 2-3 എന്ത് ചെയ്യാണ്, ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊന്ന് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം when we want to divide the horizontal frame into or more vertical frame or vice versa, nesting of frame set is used. ഇപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ ഹൊറിസോണലും വെർട്ടിക്കലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, നെസ്റ്റിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊരു രീതി വരാം. കാരണം ഹൊറിസോണലിനുള്ളിൽ വെർട്ടിക്കലിനുള്ളിൽ എന്ത് വരാം, ഹൊറിസോണ്ടൽ വരാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമ്മൾ ഫ്രെയിം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോംസ് ഇൻ വെബ് പേജ്. അപ്പോൾ എന്താണ് ഫോം അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഫോം എന്ന ആപ്ലിക്കേഷൻ ഫോമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ, ചെയ്തിട്ടില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഫോം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോം നമുക്ക് എങ്ങനെ ഒരു HTML വഴി ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ HTML ഫോംസ് ആർ യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം ദ വെബ് പേജ് വ്യൂവർ ഫോർ ദ പ്രോസസ്സിംഗ്. കാരണം നമ്മൾ എന്താണ്, ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഫോം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റാസ് കളക്ട് ചെയ്യുക. എന്തെങ്കിലും പ്രോസസ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഫോം കൺസിസ്റ്റ് ഓഫ് 2 എലമെന്റ്സ് ആണ്. ഫോം അല്ലെ, ഈ ഫോം എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടെയ്നർ ടാഗ് ആൻഡ് ഫോം കൺട്രോൾസ്, കാരണം ഇതിനകത്ത് എന്ത് പറയുന്നത്, കണ്ടെയ്നർ ടാഗ് ആണ്, അതേപോലെ തന്നെ ഫോം കൺട്രോൾസ് ഉണ്ട്. ഈ ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ടെക്സ്റ്റ് ബോക്സസ്,
ടെക്സ്റ്റ് ഏരിയ, അതേപോലെ ഡ്രോപ്പ് ഡൗൺ മെനു, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്. ഇത് മാത്രമല്ല കുറേ ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നോക്കാം. ടെക്സ്റ്റ് ബോക്സസ് എന്ന് പറയുന്നത് എന്താ, നമ്മളിങ്ങനെ ബോക്സ് പോലെ ഉണ്ടാവില്ല ഒരു ഫോമിൻ്റെ അകത്ത്. ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതാണ് ടെക്സ്റ്റ് ബോക്സസ്. അതേപോലെ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ജസ്റ്റ് നെയിം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എന്ത് കാണും, ഒരു ഫീൽഡ് കാണും. ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോർമലി ഇപ്പോൾ നമ്മളിപ്പം ഒരു ഇയർ ഒക്കെ എടുക്കുന്ന സമയത്ത് താഴെ ഇങ്ങനെ എന്താണ് കുറേ ലിസ്റ്റ് ഇങ്ങനെ വന്നു, ഒരു സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെ കുറേ ലിസ്റ്റുകൾ വരും. അതാണ് എന്തെന്ന് പറയുന്നത് ഡ്രോപ്പ് ഡൗൺ മെനു. പിന്നെ അതേപോലെ തന്നെ റേഡിയോ ബട്ടൺസ്, നമ്മളിപ്പം മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുമ്പോൾ രണ്ടും ഇങ്ങനെ കുത്തിടില്ലേ വട്ടിട്ടിട്ട്, അപ്പോൾ അതാണ് റേഡിയോ ബട്ടൺസ്. അതേപോലെ ചെക്ക് ബോക്സ്. ഇത് കൂടാതെ തന്നെ കുറേ എന്തുണ്ട്, കൺട്രോൾസ് നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കാൻ മാത്രം ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ട, പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫോം എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഫോമിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സും കുറേ എന്താണ് വേറെ കുറച്ച് ടാഗുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ആണ് ഫോം ടാഗ്. ഈ ഫോം ടാഗ് എന്ന് പറയുമ്പോൾ ടു പ്രൊവൈഡ് ദ കണ്ടെയ്നർ ഫോർ കൺട്രോൾസ് ആണ്. നമുക്ക് എന്താണ് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കുറേ ഫോം കൺട്രോൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഫോം ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് മെയിനായിട്ട് പറയുന്നത്, ആക്ഷനും മെത്തേഡും. ഈ ആക്ഷനും മെത്തേഡ് എന്ന് പറയുന്നത്, ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, to specify the URL of the form handler to process the data collected. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് എവിടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അതിൻ്റെ എന്താണ് സ്പെസിഫൈ ചെയ്യുക, ആ ഒരു URL അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ഷൻ എന്ന് പറയുന്ന സംഭവം. മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ടു സ്പെസിഫൈ ദ മെത്തേഡ് ടു അപ്ലോഡ് ദ ഡാറ്റ. നമുക്ക് എന്താ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, മെത്തേഡ് പറയുന്നത്. അതിനകത്ത് രണ്ട് ടൈപ്പാണത്, ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ഇതിൻ്റെ അത് പറഞ്ഞ രണ്ട് വാല്യൂസ് എന്താണ്, ഗെറ്റ് ചെയ്യുക, then എന്താണ് ഗെറ്റിംഗ് എന്ന് വെച്ചാൽ അത് എടുക്കുക, അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അതിനെ കൊടുക്കുക. ഈ രണ്ട് വാല്യൂസ് ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്, മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്, ഇത് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മെത്തേഡിൽ വരുന്ന രണ്ട് വാല്യൂസ് എന്തൊക്കെയാണ്, ഗെറ്റും പോസ്റ്റും. അതുപോലെ തന്നെ എന്താണ് അടുത്തൊരു ടാഗാണ് എന്ത്, ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സച്ച് ആസ് ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ എക്സെട്ര. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് എന്താണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് ഉണ്ട്, നേരത്തെ പറഞ്ഞു അല്ലേ, ടെക്സ്റ്റ് ബോക്സ്, അതേപോലെ ബട്ടൺസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താ, ടൈപ്പാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടു സ്പെസിഫൈ ദ കൺട്രോൾ ടൈപ്പ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഏത് ടൈപ്പാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യും, റേഡിയോ ബട്ടൺ ആണോ ടെക്സ്റ്റ് ബോക്സ് ആണോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കും, ദ വാല്യൂസ് ടെക്സ്റ്റ് ക്രിയേറ്റ് ദ ടെക്സ്റ്റ് ബോക്സ്. നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റിലാണെങ്കിൽ എന്ത് ചെയ്യും, ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. പാസ്വേഡ് ആണെങ്കിൽ എന്താണ്, പാസ്വേഡ് ക്രിയേറ്റ് ദ ടെക്സ്റ്റ് ബോക്സ് ഇൻ വിച്ച് ദ ടൈപ്പ് ദ ക്യാരക്ടർ ഡിസ്പ്ലേ ആസ് എ ടെക്സ്റ്റ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്വേഡ് കൊടുക്കുന്നത് ആണല്ലോ. കാരണം നമ്മൾ ഓൾറെഡി പാസ്വേഡ് കൊടുക്കുന്ന സമയം നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണാം അല്ലേ, നമ്മൾ പാസ്വേഡ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഹൈഡ് ചെയ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റേഡിയോ എന്ന് വെച്ചാൽ എന്താ, ക്രിയേറ്റ് റേഡിയോ ബട്ടൺ ഫോർ ദ സെലക്ഷൻ. റേഡിയോ എന്ന് പറയുന്ന കൺട്രോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതേപോലെ സബ്മിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റ് സബ്മിറ്റ് ബട്ടൺ ടു അപ്ലോഡ് ദ ഡാറ്റ. നമ്മൾ അവസാനം എല്ലാ ഫോമും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവസാനം കാണിക്കുന്നത് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കാറില്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റീസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ഒഴിവാക്കി വീണ്ടും ഫസ്റ്റ് മുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റീസെറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, റീസെറ്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ടാഗാണ്. ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ടു പ്രൊവൈഡ് സ്പേസ് ടു ഗിവ് ടെക്സ്റ്റ് ഇൻ മോർ ദാൻ വൺ ലൈൻ. കാരണം നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ ഫോമിൽ ഇപ്പോൾ നമ്മൾ നെയിം എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് അഡ്രസ്സൊക്കെ എഴുതുമ്പോൾ എന്ത് വേണം, കുറേ സ്പേസ് വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് റോസ്, കോളംസ്, നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതെന്താണ്, റോസ് എന്ന് പറയുന്നത് ടു സ്പെസിഫൈ നമ്പർ ഓഫ് റോസ് ഇൻ ദ ഏരിയ. റോസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എത്രത്തോളം ആ ഒരു റോ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി നമുക്ക് എത്ര സ്പേസ് വേണം. കോളം എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫൈ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എന്താണ് റോസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് എന്ത്, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നെയിം എന്ന് പറയുന്നത് എന്താണ്, ടു ഐഡന്റിഫൈ ദ കൺട്രോൾ. എന്താണെന്ന് മനസ്സിലായിരിക്കണം, ആ ഒരു കൺട്രോൾ എന്ത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പേര് കൊടുക്കുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സെലക്ട് എന്ന് പറയുന്ന ടാഗാണ്. ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ്. ഈ സെലക്ട് എന്ന് പറയുന്നത് എന്താ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഇയർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഇയേഴ്സ് വരും, അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ സെലക്ട് എന്ന് പറയുന്ന ടാഗ്. അതിനകത്ത് വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് സൈസും മൾട്ടിപ്പിളും. ഈ സൈസ് എന്ന് പറയുന്നത് എന്താ, വെദർ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ബോക്സ് ഓർ കോംബോ ബോക്സ്. അത് ഒന്നെങ്കിൽ എന്താവാ ലിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, കോംബോ ബോക്സ് ആയിരിക്കാം.
അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത് ഈ സൈസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ അലോ സെലക്ഷൻസ് മൾട്ടിപ്പിൾ ഐറ്റം, നമുക്ക് കുറേ ഐറ്റംസ് ഒരുമിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യാം അതിനകത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് എന്ത് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഫീൽഡ് സെറ്റ് ആണ്. ഈ ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഗ്രൂപ്പ് റിലേറ്റഡ് കൺട്രോൾ ദ ഫോം, നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഈ ഫീൽഡ് സെറ്റ്. അതേപോലെ തന്നെ എന്താണ് ലെജൻഡ് എന്ന് വെച്ചാൽ ക്യാപ്ഷൻ ഫോർ ദ ഫീൽഡ് സെറ്റ്. കാരണം ആ ഒരു ഫീൽഡ് സെറ്റ് നമ്മൾ എന്ത് കൊടുക്കുക ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ലാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ച ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പിന് ആ ഫീൽഡ് സെറ്റും ഗ്രൂപ്പിന് എന്ത് കൊടുക്കുക പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ആ ഒരു ടാഗ്. ഓക്കെ ആണല്ലോ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോമിനെ കുറിച്ച് പറഞ്ഞു, ഫോമിൻ്റെ ആട്രിബ്യൂട്ട്സ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ഫോം വെച്ചിട്ട് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം പ്രോഗ്രാം നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എക്സാമ്പിൾ ആണ് ടു ക്രിയേറ്റ് HTML ഫോം ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം നെയിം, ഏജ് അല്ലേ, സെക്സ്, ദെൻ നാഷണാലിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അഡ്രസ്സ്, മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നോക്കി ആദ്യം HTML, ദെൻ ഹെഡ് ടൈറ്റിൽ എന്ത് ചെയ്തു ഫോം റെസ്യൂം എന്ന് കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു BG ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുത്തു. സെൻറ്ററിൽ നമുക്ക് എന്താ എഴുതേണ്ടത് മെയിൻ ഭാഗത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നാണെങ്കിൽ മെയിൻ സെൻറ്ററിൽ എന്ത് കാണിക്കണം എൻ്റർ യുവർ ഡീറ്റെയിൽസ് ആയിരിക്കണം അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത്, അത് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു H3 എന്ന് പറയുന്ന ഹെഡിങ് ടാഗാണ് യൂസ് ചെയ്തത്. ദെൻ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു. ദെൻ ഫോം ആക്ഷൻസ് ഈക്വൽ ടു ഗെസ്റ്റ് ബുക്ക് ഡോട്ട് PHP എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ് വെച്ചത്. മെത്തേഡ് ഗെറ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. എന്താണ് മെത്തേഡ് എന്താണ് ഗെറ്റ് ആണ്. ഗെറ്റും പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗെറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ യൂസ് ചെയ്തത്. ഗെറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഗെറ്റ് യൂസ് ചെയ്തത്. പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കുക അവിടെ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്തെടുത്തത് ഗെറ്റ് യൂസ് ചെയ്ത്. ഇവിടെ PHP വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഈ ആക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നെയിം ആദ്യം നമ്മൾ കൊടുക്കുന്ന നെയിമാണ് ആംബ്രസൻറ്റ് NBSP. ഈ NBSP എന്ന് പറയുന്നതാണ് നോൺ ബ്രേക്കിംഗ് സ്പേസ് ആണ്. നമുക്കൊരു പുതിയ ലൈനിൽ അവിടെ ബ്രേക്ക് വരരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത് പറയുന്നത് ആംബ്രസൻ NBSP എന്ന് പറയുന്നത്. ദെൻ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്. നമ്മൾ നെയിം എന്ന് പറയുന്നത് എന്താ ടെക്സ്റ്റ് ആണ്. നെയിം സീക്വൽ എന്താണ് ഫസ്റ്റ് നെയിം കൊടുത്തു, അതിൻ്റെ സൈസ് എത്രയാണ് 20. ദെൻ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 20 ആണ്. വാല്യൂ എന്താ ഫസ്റ്റ് നെയിം ഹിയർ. ദെൻ എന്ത് കൊടുത്തു നമ്മൾ ബ്രേക്ക് കൊടുത്തു, BR എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു. ദെൻ താഴെ എന്ത് കാണിക്കണം ഏജ് കാണിക്കണം. ഏജ് എന്താണ് ടെക്സ്റ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്തു ഏജ്. ദെൻ സൈസ് 3, മാക്സിമം ലെങ്ത് എന്താണ് 3 എന്താണ് കൊടുത്തു. ദെൻ ബ്രേക്ക് കൊടുത്തു. ദെൻ സെക്സ് എന്ന് വെച്ചാൽ എന്താണ് മെയിലാണോ ഫീമെയിൽ. അപ്പോൾ രണ്ടെണ്ണമായിട്ട് കൊടുത്തു, കാരണം രണ്ടെണ്ണം ഉണ്ടല്ലോ. കാരണം എന്താണ് ആദ്യത്തത് മെയിൽ, രണ്ടാമത്തെ എന്താണ് ഫീമെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫീൽഡ് സെറ്റ് എടുക്കാം. ഫീൽഡ് സെറ്റ് എടുത്ത് നമ്മൾ എന്ത് കൊടുത്തു നാഷണാലിറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൊടുത്തു, നമ്മൾ ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു സെലക്ട് നെയിം എന്താണ് സൈസ് നാഷണാലിറ്റി നമ്മൾ സെലക്ട് ചെയ്യണം. അതിനകത്ത് കുറേ ഇതുണ്ടാവും, ഇന്ത്യൻ, ബ്രിട്ടീഷ്, നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ നമ്മൾ ഏതാണോ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ബ്രേക്ക് കൊടുത്തു. അതിനുശേഷം നേറ്റിവിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ കൊടുക്കണം നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്, അതേപോലെ തന്നെ എന്താണ് ഡിസ്ട്രിക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു അത് ക്ലോസ് ചെയ്ത് ഫീൽഡ് സെറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ ഹോബീസ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു നമുക്ക് കുറേ എണ്ണം നമ്മൾ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക. ഇപ്പോൾ ചെക്ക് ബോക്സ് ആണ്, റേഡിയോ ബട്ടൺ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ചെക്ക് ബോക്സ് ആണ്. ഹോബീസ് കൊടുത്ത് ഗെയിംസ്, പ്ലേയിങ് ഗെയിംസ് ഒക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ടിക്ക് ഇട്ട് ഇപ്പോൾ വാച്ചിങ് TV അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം റീഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഏതാണോ നമുക്ക് ഇഷ്ടം അത് നമുക്ക് എന്ത് ചെയ്യാം ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെക്ക് ബോക്സ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബ്രേക്ക് ചെയ്തു. ദെൻ ടെക്സ്റ്റ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടി സ്പേസ് ആയിട്ട് അല്ലേ അതൊരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അത് ബ്രേക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഈ സബ്മിറ്റ് എന്ന് പറയുന്നതും റീസെറ്റും ഞാൻ ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സബ്മിറ്റ് എന്ന് പറയുന്നത് എന്താ ഏറ്റവും അവസാനം നമ്മളെല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ആ ഡാറ്റ കളക്ട് ആവും. റീസെറ്റിലാണ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്ത് വീണ്ടും അതും ഒന്നും കൂടെ നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് വരണം. ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള HTML ഫോമിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു എൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കണ്ടു, നെയിമിന് നേരെ ഇവിടെ എന്താ ഫസ്റ്റ് നെയിം, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം പേര് ടൈപ്പ് ചെയ്യാം. ദെൻ ഏജ് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ദെൻ സെക്സ് എന്താ ഇവിടെ റേഡിയോ ബട്ടൺ ഏതാണോ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ടിക്ക് ചെയ്യാം. ഇവിടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ഷൻ സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഫീൽഡ് സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ലെജൻഡ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നതാണ് ഈ ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി. നാഷണാലിറ്റി എന്ന് പറയുന്ന
ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്ത്. പിന്നെ അതിൻ്റെ അകത്ത് എന്ത് കൊടുത്തു, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുത്തു, ഇന്ത്യൻ, ബ്രിട്ടീഷ്, അതിൻ്റെ അകത്ത് ഏതാണോ വേണ്ടത് നമുക്ക് അത് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ദെൻ നേറ്റിവിറ്റി കേരള, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഉദ്ദേശം, ദെൻ ഡിസ്ട്രിക്ട്, പിന്നെ ഹോബീസ് ചെക്ക് ബോക്സ് നമുക്ക് ഏതാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ് കൊടുത്തത്. ഇതിന് എന്താണ് ടെക്സ്റ്റ് ഏരിയ ഇവിടെ കണ്ടോ, നമുക്ക് ഇത്രയും അഡ്രസ്സ് കൊടുക്കാം. കാരണം ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം 2-3 ലൈൻസ് ഒരു അഡ്രസ്സ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഏരിയ നമ്മൾ കൊടുത്തത്. അതിനുശേഷം ഏറ്റവും അവസാനം എന്താ, സബ്മിറ്റും റീസെറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോം പറഞ്ഞു. ആ ഫോമിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച അതേ പ്രോഗ്രാം തന്നെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ടെക്സ്റ്റ് അതേപോലെ തന്നെ ആ ഒരു സെക്സ്, ഏജ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കും, ഇങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ HTML കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അതേപോലെ ചെക്ക് ബോക്സ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോർമലി ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇപ്പോൾ സേവ് ആസ് പോവാം, ഡെസ്ക്ടോപ്പിൽ ഫോം .html ഞാൻ കൊടുത്തു. ഇതിനെന്ത് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഫോമായിട്ട് വന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ്. കണ്ടോ, ഫോം എന്ന് വന്നൊരു ഇത് ഐക്കൺ കണ്ടോ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നെയിം ടൈപ്പ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഇപ്പോൾ അരുൺ എന്നാണെങ്കിൽ അരുൺ ടൈപ്പ് ചെയ്യാം. പേജ് കൊടുക്കാം. ഏജ് ഇപ്പോൾ എന്താണ് 17 ആണെങ്കിൽ 17. ഇതിന് എന്ത് ചെയ്യുക, മെയിൽ ഓർ ഫീമെയിൽ അല്ലേ, മെയിൽ. അത് ടിക്ക് ചെയ്തു. ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. നമുക്ക് ഏതാണോ, ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആണെങ്കിൽ ബ്രിട്ടീഷ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. നേറ്റിവിറ്റി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. ഹോബീസിൽ ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വാച്ചിങ് TV ആണെങ്കിലും ഗെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ടിക്ക് ചെയ്യാം. 3 ഉണ്ടെങ്കിൽ 3 ടിക്ക് ചെയ്യും. അതിന് ഇതാണ് ടെക്സ്റ്റ് ഏരിയ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സ് കൊടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫീൽഡ് സെറ്റ്. ഇതിനുള്ളിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രം കാണിക്കുകയാണ്. ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താ, ഫോമിനുള്ളിൽ പ്രത്യേകമായിട്ട് സെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫീൽഡ് സെറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. ഓക്കെ ആണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവില്ല, കാരണം ജസ്റ്റ് ഒരു ഫോം ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, ഒരു ഡാറ്റാ ബേസിലോട്ടേക്ക് ഇത് സ്റ്റോർ ചെയ്യണം. അത് നമ്മളൊരു കണക്ഷൻ കൊടുത്തിട്ടില്ല. അതൊക്കെ എന്താ നിങ്ങൾ അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഫോം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ്. ഇങ്ങനെ ഒരു സെക്ഷൻ വരണമെങ്കിൽ നമ്മൾ ഇത്രയും കോഡ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓഡിയോ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫ്രെയിം, അതേപോലെ തന്നെ ഫോം, ടേബിൾസ്, ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. HTML യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ HTML5 കുറിച്ച് പറയുന്നത്. HTML5 എന്ന് പറയുന്ന ഒരു വേർഷനാണ്. ഇത് മാത്രം ഇപ്പം പുതിയ വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ HTML5 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആണ്. ആൻഡ് വൈഡ് വെബ് ഹൈപ്പർ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടെക്നോളജിയാണ് വർക്കിംഗ് ഗ്രൂപ്പ്. കാരണം ഇവരെ ഒരു ഗ്രൂപ്പാണ് എന്തുണ്ടാക്കിയുള്ള ഈ ഒരു HTML5 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. വീഡിയോ പ്ലേ ബാക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എക്സെട്ര, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മൊബൈൽ വെബ് ബ്രൗസർ ദാറ്റ് എന്താണ് ആർ പ്രീ ഇൻസ്റ്റാൾഡ് ഇൻ ദ iPhones, iPad, Android phones etc. സപ്പോർട്ട് HTML5. ഈ ഒരു ഫോണിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, HTML5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്, എക്സാം പോയിന്റ് വ്യൂ ഒന്നും നോക്കേണ്ട, ജസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അതിനകത്ത് ലിസ്റ്റ്, ടേബിൾ, ഫ്രെയിം, ഫോം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ലിസ്റ്റും ടേബിളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ തവണയും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. തിയററ്റിക്കലും ചോദിക്കാറുണ്ട്, എന്താണ് പ്രാക്ടിക്കൽ പ്രോഗ്രാമും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ എക്സാം പോയിന്റും ആ ഗൈഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വീഡിയോ കാണുകയും ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.